ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇടിയൻ കപ്പ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് പറയാനാണ് കേട്ടോ. പേര് കേട്ടോ, ഇടിയൻ കപ്പ പുട്ട്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ നമ്മുടെ ഇടിയൻ കപ്പ പുട്ട്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, നമ്മളതൊരു കപ്പ വെച്ചിട്ടാണ്, കപ്പയാണ് ശരിക്കും ഇത്. കപ്പ കഴിക്കാത്ത ആരും തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ കപ്പ. നമ്മൾ എന്താ പറഞ്ഞത്, മീൻകറി കൂട്ടി കഴിക്കാനും ബീഫ് കൂട്ടി കഴിക്കാനും ഒക്കെ സൂപ്പർ ടേസ്റ്റ് ആണ് അല്ലേ. പക്ഷെ അതുപോലെ തന്നെ ഈ കപ്പ ഉപയോഗിച്ചിട്ടുള്ള ഈ ഇടിയൻ കപ്പ ആയിട്ട്, അതായത് നമ്മുടെ കപ്പ ഉണക്കിയതാണ് ഈ ഇടിയൻ കപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇടിയൻ കപ്പ ഉപയോഗിച്ച് നമ്മൾ ഇന്ന് പുട്ട് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഈ പുട്ടും നമുക്ക് മീൻകറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ്. പക്ഷേ കപ്പ എല്ലാവരും കഴിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഈ ഇടിയൻ കപ്പ പുട്ട് കഴിച്ച ആൾക്കാർ കുറവായിരിക്കും കേട്ടോ. കഴിക്കാത്ത ആൾക്കാരും ഉണ്ടാവും. ഇതെന്താണെന്ന് പോലും അറിയാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും, ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിലും കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇടിയൻ കപ്പ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണം. അപ്പോൾ നമുക്ക് ഈ ഇടിയൻ കപ്പ പുട്ട് ഉണ്ടാക്കാൻ പോകാം. ഇതാണ് കേട്ടോ നമ്മുടെ ഇടിയൻ കപ്പ എന്ന് പറയണത്. ഇത് നമ്മുടെ പച്ചക്കപ്പ ഉണക്കിയെടുക്കണതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ചൊക്കെ മിക്സിയുടെ ബൗളിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഈ ഒരു ജാറിനകത്തേക്ക് കുറച്ച് കപ്പ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് ആദ്യം ഇങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ. ഇത് പൊട്ടിക്കണം ആദ്യം. നമ്മളിങ്ങനെ പയ്യെ അടിച്ചടിച്ച് കൊടുത്തിങ്ങനെ പൊട്ടിച്ചെടുക്കണം. ഇത് പൊട്ടിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. സാധാരണ മിക്സി അടിക്കണ പോലെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പൊടിയായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതേ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മുറത്തിനകത്ത് ഈ ഒരു പേപ്പർ വിരിച്ചിട്ട് ഒരു ജ്യൂസിൻ്റെ അരിപ്പയാണ് കേട്ടോ എടുത്തേക്കണത്. ഈ അരിപ്പയിലേക്ക് നമുക്ക് ഇപ്പോൾ അടിച്ചെടുത്ത പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പുട്ടരിക്കണ അരിപ്പ എടുക്കണ്ട കേട്ടോ, ഒരു ജ്യൂസിൻ്റെ അരിപ്പ എടുക്കണതാണ് നല്ലത്. കാരണം ഇതിന് കുറച്ചും കൂടിയും തരിതരിപ്പ് ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് വലിയ കണ്ണിയുള്ള അരിപ്പയാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കപ്പയും ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരിച്ചെടുത്തേക്കുവാണ്. ഇനി ഞാനിവിടെ ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് ചിരകി എടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങ മൊത്തം നമ്മൾ ഈ ഒരു പുട്ട് ഉണ്ടാക്കാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ അരിപ്പുട്ടും ഗോതമ്പ് പുട്ടും ഉണ്ടാക്കുന്നതിനേലും കുറച്ചും കൂടിയും കൂടുതൽ തേങ്ങ നമ്മൾ ഈ കപ്പപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ ഇടണം കേട്ടോ. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ 2 മുറി തേങ്ങയും ചിരകി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബൗളിന് 3 ബൗള് കപ്പപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കണത്. ഇനി ഈ ബൗളിന് തന്നെ 1 ബൗള് നമ്മുടെ സാധാരണ അരിപ്പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ, ആ പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കപ്പപ്പൊടി ഈ ഒരു ബേസിനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പുട്ടിൻ്റെ പൊടിയും കൂടി, സാധാരണ അരിപ്പുട്ടിൻ്റെ പൊടിയും നമ്മളിതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്കിത് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചൊന്ന് നനച്ചെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പുട്ടൊക്കെ നനക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് നനക്കണ പോലെ ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. 3-4 പ്രാവശ്യമായിട്ട് കുറച്ച് വെള്ളം വീതം ഒഴിച്ച് സാവധാനം നനച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ചിരകി വെച്ചേക്കണ തേങ്ങയിൽ ഒരു 1/4 ഭാഗം തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് നനച്ചെടുക്കാം കേട്ടോ. സാവധാനം നനച്ചെടുത്താൽ മതി. ധൃതി പിടിച്ച് നമ്മൾ നനക്കേണ്ട ആവശ്യമില്ല. സാവധാനം നനച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോയി. അപ്പോൾ അതിനർത്ഥം ഇത് റെഡി ആയിട്ടില്ല എന്നാണ് കേട്ടോ. നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ പൊടിയാതെ പിടി കിട്ടുമ്പോഴാണ് ഈ ഇതിൻ്റെ നനവ് കറക്റ്റായിന്ന് നമുക്ക് അറിയാൻ പറ്റണത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം.
ഇപ്പോൾ ഒന്ന് പിടിച്ച് നോക്കാം കണ്ടോ. ഇപ്പോൾ ഇത് നല്ല പിടിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, പൊടിഞ്ഞു പോണില്ല. അപ്പോൾ ഇതിനർത്ഥം നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിക്സ് ചെയ്ത് നനച്ചെടുത്തത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളിത് ഇതിങ്ങനെ എടുത്തിങ്ങനെ ഒന്ന് കൈ കൊണ്ട് വീണ്ടും ഒന്ന് പൊടിച്ചെടുക്കാം കണ്ടോ. അതിന് ശേഷം നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് നമ്മൾ നനച്ചെടുത്ത പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടിയും ചെറുതായിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. മിക്സിയിലിട്ട് പയ്യെ ഒന്ന് അടിച്ചെടുക്കാം കണ്ടോ. ഇതുപോലെ അടിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കുറേ നേരം കറക്കിക്കൊണ്ടിരിക്കരുതേ. അപ്പോൾ അതേ നമ്മൾ ഈ പൊടി കണ്ടോ നല്ല കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ പൊടിയും ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പുട്ടിൻ്റെ പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുട്ട് ചുടാനായിട്ട് കപ്പപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ സാധാരണ പുട്ട് കണയിൽ ഇടുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് തേങ്ങയിട്ട് പിന്നെ നമ്മുടെ കപ്പപ്പൊടി ഇട്ട് അങ്ങനെ നമ്മൾക്ക് ആ ഒരു ഓർഡറിൽ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ കുറച്ച് അധികം ഇടണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുന്ന കണയിൽ നിറക്കണ പോലെ തന്നെ തേങ്ങയിട്ട് പൊടിയിട്ട് ആ ഒരു ഇതിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കണയിൽ വെച്ചിട്ട് കാണാം, നമ്മുടെ പുട്ട് കുടത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവി വരണുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ സാധാരണ പുട്ടിൻ്റെ തന്നെ ടൈം മതി കേട്ടോ ഇത് ആവി വരാൻ. ആവി വന്നപ്പോൾ ഞാനൊരു 2 മിനിറ്റും കൂടി ഇത് സിമ്മിലിട്ടായിരുന്നു അടപ്പ്. അതിന് ശേഷം നമുക്ക് പുട്ട് ഈ ഇലയിലേക്ക് കുത്തി മാറ്റാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാ പൊടിയും ഒന്ന് ചുട്ടെടുക്കാം, കണയിൽ വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പുട്ടെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. ഇതുവരെ കഴിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ബീഫിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. കറിയില്ലാതെ കഴിക്കാനും ഒക്കെ പറ്റുന്ന ഒരു നല്ലൊരു പുട്ടാണ്. അപ്പോൾ കഴിക്കാത്ത ആൾക്കാർ ഒട്ടും വൈകാതെ തന്നെ ഇതൊന്ന് വാങ്ങി ഉണ്ടാക്കി നോക്കി കമൻറ്റ് കൂടി ചെയ്യണം കേട്ടോ. എല്ലാവരും കണ്ടല്ലോ നമ്മൾ ഈ ഇടിയൻ കപ്പ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയല്ലേ. നമ്മൾ തന്നെ ഈ കപ്പ പൊടിച്ച് നമ്മൾ പുട്ട് ചുട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇനിയും ഈ ഇടിയൻ കപ്പ കൊണ്ടിട്ട് നമുക്ക് ഇനിയും ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഇനിയും നമ്മുടെ ചാനലിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പം തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. കൂട്ടത്തിൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണം. അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.